നിർമ്മാണം പൂർത്തിയാക്കിയ കല്ലുപാലത്തിന് സമീപം കൊല്ലം തോടിന്റെ വശങ്ങളിൽ നിർമ്മിച്ച പാർശ്വഭിത്തികളും റോഡും ഇടിഞ്ഞു തകർന്നു. മാസങ്ങളോളം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചായിരുന്നു നിർമ്മാണം. റോഡിന്റെ 200 മീറ്ററോളം ഇടിഞ്ഞ് വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഭിത്തികൾ ഏത് നിമിഷവും നിലംപൊത്താറായ അവസ്ഥയുമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡും പാർശ്വഭിത്തിയുടെയും നിർമ്മാണ വേളയിൽ തന്നെ അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി യുവജന സംഘടനകൾ പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരുവിധ നടപടിയും സ്വീകരിച്ചില്ല. തോട് നവീകരണത്തിന്റെ പേരിലെടുക്കുന്ന അനധികൃത മണ്ണെടുപ്പും റോഡിന്റെ ഭിത്തി തകരാൻ മറ്റൊരു കാരണമായി നാട്ടുകാർ പറയുന്നു. ഇത്രയും നഗരത്തിലെ തിരക്കേറിയ ഈ വീതി ഇത് പൊളിഞ്ഞു പോയാൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ ആവശ്യം ഇതിന്റെ പിന്നിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇത് വീണ്ടും ഇളക്കി ഇത് പണിയണം. അശാസ്ത്രീയമായ ഈ മണ്ണെടുപ്പ് ഇവിടെ നിർത്തണം. തോടിന്റെ ആഴം കൂട്ടുന്നതിന്റെ പേരിൽ മാസങ്ങളായി ചെളിയെടുപ്പെന്ന വ്യാജേനെ തോട്ടിലെ മണൽ കടത്തുന്നതും പതിവായിരുന്നു. ഇത് ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡും ഭിത്തിയും തകർന്നതിനെ തുടർന്ന് വിവിധ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ PWD എഞ്ചിനീയറെയും കരാറുകാരനെയും സംഭവ സ്ഥലത്ത് തടഞ്ഞുവെച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബീച്ച് റോഡിലുള്ള PWD ഓഫീസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷേർലിയുടെ ഓഫീസ് ഉപരോധിച്ചു. സമരങ്ങളെ തുടർന്ന് ജില്ലാ കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടു. ഭിത്തിയും റോഡ് തകരാറുണ്ടായ സംഭവത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുന്നുവെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഇതേ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.